ഹലോ എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം മെഡിറ്റർന ഹോസ്പിറ്റൽ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വിദഗ്ധനുമായ ഡോക്ടർ റെമി ജോർജാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സാറിനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. ഞാൻ ഡോക്ടർ റെമി ജോർജ്, മെഡിട്രീന ഹോസ്പിറ്റൽ കൊല്ലത്തെ നെഫ്രോളജിസ്റ്റാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ കിഡ്നി രോഗങ്ങളുടെ സ്പെഷ്യലിസ്റ്റാണ്. സർ, സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, കിഡ്നിക്ക് ഇത് നല്ലതാണ് അല്ലെങ്കിൽ ഇത് ദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കണ്ട് ഫോളോ ചെയ്ത് പലരും അമിതമായിട്ട് മെഡിസിൻസോ അല്ലെങ്കിൽ ആഹാര രീതികളൊക്കെ അൺഫോളോ ചെയ്തിട്ട് പലർക്കും കിഡ്നി ഡാമേജ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ കിഡ്നി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ കിഡ്നി നമുക്കറിയാം, ശരീരത്തിൽ നമുക്ക് ദൈവം 2 കിഡ്നി, മിക്ക ആൾക്കാർക്കും ഓൾമോസ്റ്റ് 99% പോപ്പുലേഷനും 2 കിഡ്നി ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു മെയിൻ അവയവമാണ് കിഡ്നി. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് പോലെ നമുക്ക് കിഡ്നിയെ കരുതാം. അപ്പോൾ ഈ കിഡ്നിയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം തൊട്ട് എല്ലാ കഴിക്കുന്ന മരുന്നുകളും അതേപോലെ ഉപയോഗിക്കുന്ന കുറേ കോസ്മെറ്റിക്സ് ഇതെല്ലാം നമ്മുടെ ശരീരത്തിലൂടെ കിഡ്നിയിലോട്ട് ചെല്ലാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കിഡ്നി ഇത് പ്രോസസ്സ് ചെയ്തിട്ട് അത് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആഹാര രീതികളിൽ പറഞ്ഞാൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നത് കിഡ്നി രോഗങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത കുറേ ക്വാക്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഇവർ ഹാഫ് ബേക്ക്ഡ് നോളജ് വെച്ചിട്ട് കുറേ ഐഡിയാസും അവരുടെ ഓൺ വ്യൂസും എക്സ്പ്രസ് ചെയ്തിട്ട് പല ആൾക്കാരും ഇത് ചെയ്ത് കിഡ്നി രോഗങ്ങളിലോട്ട് വീണു പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ഈ ഫിറ്റ്നസ് എന്തൂസിയാസ് വളരെയേറെ അവർ സജസ്റ്റ് ചെയ്യുന്നതാണ് ഈ പാലിയോ ഡയറ്റ്. പാലിയോ ഡയറ്റ് എന്ന് വെച്ചാൽ ഹൈ പ്രോട്ടീൻ ഡയറ്റ് വിത്ത് 0 കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് സം എമൗണ്ട് ഓഫ് മിനിമൽ ഫാറ്റ്. അപ്പം ഇതിനാണ് നമ്മൾ പാലിയോ ഡയറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് എന്നും ചില ആൾക്കാർ ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഈ ഡയറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ ബോഡി ചെക്കപ്പ് നടത്താതെ പലപ്പോഴും ആൾക്കാർ ഇത് ചെയ്യാറുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ നല്ല ഗ്രാഹ്യമില്ലാത്ത ആൾക്കാർ ഇത് അഡ്വൈസ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് അവരുടെ ക്രിയാറ്റിൻ കൂടുന്നതായിട്ട് കാണാറുണ്ട്. ബിക്കോസ് നമ്മുടെ ഇന്ത്യൻ ഡയറ്റിൽ നമ്മുടെ ഇന്ത്യൻ ബോഡി ഒരു 1.1-1.2 ഗ്രാംസ് പെർ kg ബോഡി വെയ്റ്റ് പ്രോട്ടീൻ ആയിട്ടാണ് അഡാപ്റ്റഡ് മാക്സിമം. പലപ്പോഴും ഇവർ ഈ ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റ് അഡ്വൈസ് ചെയ്യുന്നത് ഇതിനേക്കാട്ടിലും കൂടുതൽ പ്രോട്ടീൻ ഇൻടേക്ക്. പല പേഷ്യൻസും അങ്ങനെ നല്ല മസ്കുലറായിട്ടുള്ള പേഷ്യൻസ് നമ്മൾ കാണാറുണ്ട്. അവർക്ക് ക്രിയാറ്റിൻ കൂടുന്നു, അവർക്ക് കിഡ്നി രോഗത്തിൻ്റെയൊക്കെ അവർ നീങ്ങുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതാണ് കൂടുതൽ നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. രണ്ടാമത് പറയുവാണെങ്കിൽ ഈ അമിതമായുള്ള ഈ ഷുഗറി ഡ്രിങ്ക്സ്, ഇതിനകത്തെല്ലാം ഫ്രക്ടോസ് കണ്ടന്റ് വളരെ കൂടുതലാണ്. ഈ ഫ്രക്ടോസ് കണ്ടന്റ് കാരണം കൊണ്ട് ഇവർക്ക് യൂറിക് ആസിഡ് അളവ് കൂടാനും ഇത് കിഡ്നിയിൽ പോയി അടിയാനും കിഡ്നി സ്റ്റോൺസ് ഉണ്ടാകാനും ക്രിയാറ്റിൻ പൂർണ്ണമായിട്ട് നോർമൽ ക്രിയാറ്റിനിൽ നിന്ന് വളരെയേറെ ചിലപ്പോൾ ഡയാലിസിസ് റിക്വയറിങ് റീനൽ ഫെയിലിയറിലോട്ട് പോകാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടുവരുന്നത് കൂടുതലും ഈ വേദന സംഹാരികൾ ഉപയോഗിക്കുന്നത് മിസ്യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാർ. വേദന സംഹാരികളെല്ലാം മോശമല്ല, എന്നാൽ അത് യൂസ് ചെയ്യേണ്ട കറക്റ്റായ ഒരു ഡോസ്, കറക്റ്റായ ഒരു സമയം, ഏത് സാഹചര്യത്തിലാണ് യൂസ് ചെയ്യേണ്ടത് നന്നായി മനസ്സിലാക്കി ഒരു ഫിസിഷ്യൻ കുറിക്കേണ്ടതാണ് വേദന സംഹാരികൾ. അല്ലാതെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയല്ല ഈ ഒരു അഡ്വൈസ് വരേണ്ടത്. ഏറ്റവും സങ്കീർണമായ ഒന്നാണല്ലോ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പം നമ്മളിവിടെ മെഡിട്രീന ഹോസ്പിറ്റലിൽ തന്നെ സാറിൻ്റെ നേതൃത്വത്തിൽ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? നമ്മൾ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് എത്തേണ്ട ഒരു സ്റ്റേജ് എപ്പോഴാണെന്നും കൂടി ഒന്ന് പറയാമോ? നമുക്കറിയാം, നമ്മുടെ 2 കിഡ്നിയും പൂർണ്ണമായും ഡാമേജ് ആയി കഴിയുമ്പോൾ കിഡ്നിയുടെ ക്രിയാറ്റിൻ്റെ അളവ് ഒരു പേഷ്യൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ്, എന്നാലും ഒരു ആവറേജ് പറയുവാണെങ്കിൽ ക്രിയാറ്റിന് ഒരു 6-7 മുകളിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ മിക്ക രോഗികൾക്കും ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, മാറാത്ത ക്ഷീണം, ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കൈകാലിൽ നീർക്കെട്ട്, പിന്നെ ശ്വാസം മുട്ട്, ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ അവർക്ക് ഡയാലിസിസ് അഡ്വൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മുടെ കിഡ്നിയുടെ നോർമൽ ഫങ്ഷൻസിൻ്റെ ഒരു 40-45% മാത്രമേ ഈ ഡയാലിസിസ് മെഷീന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കിഡ്നിക്ക് വേസ്റ്റ് റിമൂവൽ അല്ലാതെ അതിൻ്റേതായിട്ടുള്ള വേറെ ഹോർമോണൽ ഫങ്ഷൻസ് ഉണ്ട്. ബോഡിക്കകത്തെ ഗ്രോത്ത്, ന്യൂട്രിഷൻ, നമ്മുടെ നോർമൽ സ്കിൻ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ, ഹെയർ, നെയിൽസ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വേറെ അത്യാവശ്യമായുള്ള ഹോർമോണൽ ഫങ്ഷൻസ്, ബോൺ ഹെൽത്തിനുള്ള ഫങ്ഷൻസ് എല്ലാം ഉണ്ട്. ഈ ഫങ്ഷൻസ് ഒന്നും നമുക്ക് ഡയാലിസിസിലൂടെ
വീണ്ടെടുക്കാൻ പറ്റത്തില്ല. ഡയാലിസിസ് ഒരു റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, ഒരു മിനിമൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു പുതിയ കിഡ്നി, നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കിഡ്നി ഈ പേഷ്യൻറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ അല്ലാത്ത ഫങ്ഷൻസ് എല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. അപ്പം ഹോർമോണൽ ഫങ്ഷൻസ് കിട്ടും, ബോൺ സപ്ലിമെൻറ്റേഷൻ, ബോണിന് വേണ്ട ഹോർമോൺസും ബോണിന് വേണ്ട കാൽസ്യം, മഗ്നീഷ്യം, അങ്ങനത്തെ ഈ വിറ്റാമിൻസും മിനറൽസും വൈറ്റമിൻ ഡിയും, പിന്നെ ബോഡിക്കകത്ത് ഉന്മേഷം വരും. അതിൻ്റെ കൂടെ തന്നെ പേഷ്യൻ്റെ സ്കിൻ, ഹെയർ, നെയിൽസ് ഇതെല്ലാം ഇമ്പ്രൂവ് ആവും, പേഷ്യൻ്റെ ഔട്ട്ലുക്ക് ഇമ്പ്രൂവ് ആവും, കോൺഫിഡൻസ് ബിൽഡ് ആവും. അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ്സ് ആണ് കിഡ്നി ട്രാൻസ്പ്ലാന്റിലുള്ളത്. പിന്നെ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആഴ്ചയിൽ 2-3 തവണ ഒരു ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആയിട്ട് വന്നു പോയി ചെയ്യേണ്ടതാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ പേഷ്യൻസിന് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ എങ്ങോട്ടും ഒരു യാത്ര പോകാൻ പറ്റത്തില്ല. അവരുടെ ആഹാരത്തിൽ വളരെയേറെ നിബന്ധനകളുണ്ടാവും. അവർക്ക് ഡയറ്റ്, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല. സോ ഒരു ഹാപ്പിനെസ് ഡെഫിനറ്റ്ലി ഈ പേഷ്യൻസിന് നഷ്ടപ്പെടും. അപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റിലൂടെ നമ്മൾ ഇതെല്ലാം വീണ്ടെടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു പേഷ്യൻറ്റിന് നമ്മൾ മെഡിട്രീന ഹോസ്പിറ്റൽ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് സക്സസ്ഫുള്ളായിട്ട് ചെയ്തു. അത് നമ്മളൊരു പത്രത്തിലൊരു ന്യൂസ് വായിച്ചിട്ട് ഒരു പേഷ്യൻ്റ്, ഒരു കുടുംബം, ഒരു പുവർ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്തത്. ഒരു അമ്മ അവരുടെ സ്വന്തം മോൾക്ക് വേണ്ടി ഇത് കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാകുകയും നമ്മളത് ജൂൺ 1 കഴിഞ്ഞ വർഷം 2024 ചെയ്യുകയും ആ പേഷ്യൻ്റ് ഇപ്പോഴും ക്രിയാറ്റിൻ 1 വെച്ച് നമ്മുടെ റെഗുലർ ഫോളോ അപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നു. റിജക്ഷൻ ഒന്നുമില്ല, ഇൻഫെക്ഷൻസ് ഇല്ല, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കിഡ്നി ട്രാൻസ്പ്ലാന്റിൻ്റെ ആദ്യത്തെ 2 വർഷം എത്രത്തോളം നമ്മൾ അതിൻ്റെ കറക്റ്റ് എത്ര കൊണ്ടുപോകുന്നു അത്രയും നമുക്ക് ആ കിഡ്നിയുടെ ലൈഫ് മുന്നോട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 വർഷം നല്ല രീതിയിൽ കെയർ എടുത്ത് നല്ല 1-on-1 കെയർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ പേഷ്യൻസിൻ്റെ പിന്നെ ജീവിതത്തിൽ മുന്നോട്ട് അവർക്കൊരു നാച്ചുറൽ ഡെത്ത് ആയിരിക്കും, അല്ലാതെ അവർക്ക് വേറെ കിഡ്നി റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് വരാനുള്ള സാധ്യതകൾ വളരെയേറെ കുറയും. ഇതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. സോ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഡെഫിനറ്റ്ലി ഒരു ഇനീഷ്യൽ അപ്ഫ്രണ്ട് കോസ്റ്റ് നോക്കുവാണെങ്കിൽ കുറച്ച് കൂടുതലാണ്. പക്ഷേ അതിൻ്റെ ലൈഫ് ടൈം ബെനിഫിറ്റ് നോക്കുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കരുതുവാണെങ്കിൽ നമ്പർ ഓഫ് മെഡിസിൻസ്, കോസ്റ്റ് ഓഫ് മെഡിസിൻസ്, ട്രാവൽ, കോൺഫിഡൻസ്, റിട്ടേൺ, ജോലിക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യം, ഇതെല്ലാം നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഇന്ന് വളരെയേറെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അത് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതെന്നല്ല, 1954 തൊട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ ഓരോരോ സങ്കീർണങ്ങൾ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളും ഇപ്പോഴും ചെയ്ത് വളരെയേറെ, ഒരു വർഷം ഏകദേശം ഇന്ത്യയിൽ 6000 കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ് ഒരു വർഷം ചെയ്യുന്നത്, ഇന്ത്യയിൽ മാത്രം. അപ്പം ലോകമെമ്പാടും നോക്കുവാണെങ്കിൽ ഒരു 30-35,000 മുകളിലോട്ടും കാണും. സോ വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പം നമ്മൾ മുട്ടുവേദനയ്ക്ക് മുട്ട് മാറ്റിവെക്കലിലോട്ട് ഇപ്പം ചികിത്സിക്കാൻ അങ്ങനെ ഒരു ചികിത്സ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയില്ല. അതേപോലെ ഹാർട്ടിന് പണ്ട് ആൻജിയോപ്ലാസ്റ്റി അത്ര കോമൺ അല്ലായിരുന്നു, പക്ഷേ ഇപ്പം ബ്ലോക്ക് ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക, ഇതാണ് ഇപ്പോഴത്തെ ഒരു നോം. അപ്പം അതേപോലെ പ്രത്യേകിച്ച് ജനറ്റിക്കായിട്ട് കിഡ്നി പ്രോബ്ലംസ് ഉള്ള ചെറുപ്പക്കാരിൽ ഒരു ലോങ് ലൈഫ് സ്പാൻ മുന്നോട്ട് കാണുന്നവർക്ക് ഡെഫിനറ്റ്ലി അവർ ഇക്കണോമിക് പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഡെഫിനറ്റ്ലി അവർ കൺസിഡർ ചെയ്യണം. അത് ആരെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ അവരെ അറിയിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ സാർ, ഏജ് ലിമിറ്റും കൂടെ ഒന്ന് പറയാമോ? പലർക്കും ഡൗട്ടുണ്ട്, നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ ഏജ് ലിമിറ്റ് എങ്ങനെയാണെന്നുള്ളത്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് റെസിപ്പിയൻറ്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് റിസീവ് ചെയ്യുന്ന ആൾക്ക് അവരുടെ കാര്യങ്ങൾ, സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന ഏജാണ്. എന്നുവെച്ചാൽ ഒരു 65 വരെയും അവർ അക്സെപ്റ്റബിൾ ആണ്. നല്ല ആക്റ്റീവ് ലൈഫാണ്, അവർ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ സ്വന്തം കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് നോക്കുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്, അവർക്ക് മരുന്നുകളൊക്കെ എടുക്കാനോ അതിനൊന്നും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ല. പിന്നെ മാരകമായ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജറി വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാകും. പിന്നെ അവർക്ക് ക്യാൻസർ പോലത്തെയുള്ള രോഗങ്ങൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നാലും നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ 65 ഇയേഴ്സ് വരെയൊക്കെ കിഡ്നി റിസീവ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യാറുണ്ട്. കിഡ്നി ഡോണേഴ്സിനെ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെയാണ് സെലക്ട് ചെയ്യുന്നത്, ബിക്കോസ് അവരൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു കേടോ ഒരു നഷ്ടമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായും അവർ സേഫ് ആയിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ
നമ്മൾ അവരുടെ ഹെൽത്ത് എപ്പോഴും അതിനാണ് ഇമ്പോർട്ടൻസ് മുൻഗാമിയും കൊടുക്കുന്നത്. എന്നിട്ട് അത് സൂട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ അവരെ സജസ്റ്റ് ചെയ്യാറുള്ളൂ. നമ്മൾ കിഡ്നി കൊടുക്കുന്ന ഡോണറിന് ആക്ച്വലി ഭയപ്പെടേണ്ടതുണ്ടോ? അവർക്ക് അതിനുശേഷം നോർമൽ ലൈഫ് പോസിബിൾ ആണോ? അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ ആൻസറിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഇത് വരുന്നത്. അപ്പം കിഡ്നി ഡോണറിന് നമ്മൾ ഒരു കംപ്ലീറ്റ് പാനൽ ഓഫ് ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ എലിജിബിൾ ഫോർ ഡൊണേഷൻ എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കട്ടെ, ആദ്യം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ അത് സൂട്ടബിൾ ആണോ, അത് മാനേജ് ചെയ്യാൻ പറ്റുമോ, അവരുടെ ഒരു ലൈഫ് സ്പാൻ മുന്നോട്ടും കണ്ടിട്ടാണ് നമ്മൾ എലിജിബിൾ ഫോർ ഡൊണേഷൻ എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം നമുക്ക് ഈ ഡൊണേഷന് നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതായത് നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജറി വളരെ സേഫായ ഒരു സർജറിയാണ്. പക്ഷെ ഇന്നത്തെ കാലത്തെ ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്നു, പ്രത്യേകിച്ച് അമിതവണ്ണം, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ കൂടുന്നു. അപ്പോൾ ഈ രോഗങ്ങളൊക്കെ ഈ രോഗങ്ങളെല്ലാം അല്ല, എന്നാൽ ചിലതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് റെക്ടിഫൈ ചെയ്യാനുള്ള അഡ്വൈസും അതേസമയം നല്ലൊരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറുവാണെങ്കിൽ കിഡ്നി ഡൊണേഷൻ കാരണം ഒരു കിഡ്നി കൊടുത്തത് കൊണ്ട് അവർക്ക് ഒരു പ്രശ്നവും വരാൻ ചാൻസ് ഇല്ല. എന്നാൽ അവർക്കൊരു വൺസ് ഇൻ എ ഇയർ ഒരു ആനുവൽ കിഡ്നി ചെക്കപ്പും റെക്കമെൻഡഡ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടു കീപ് ദം ഇൻ റെഗുലർ ഫോളോ അപ്പ് വെക്കാൻ വേണ്ടി അവരുടെ ഹെൽത്തും നമ്മൾ എല്ലാ വർഷവും ഒരു കിഡ്നി ക്രിയാറ്റിനും യൂറിൻ അനാലിസിസിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ അല്ലാതെ പുറത്തൊരാൾക്ക് കൊടുക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? നമുക്ക് ലീഗൽ ഇഷ്യൂസ് ഇന്ത്യൻ ലോ പ്രകാരം നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി നമുക്ക് ഏത് ഗ്രൂപ്പ് അക്രോസ് ഗ്രൂപ്പ്സ് ആണെങ്കിലും നമുക്ക് കൊടുക്കാം. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് അഫെക്ഷൻ. അപ്പോൾ അങ്ങനെ ട്രൂലി അഫെക്ഷനേറ്റ് ആയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് ഈസ് അലൗഡ് ബൈ ലോ. പക്ഷേ അതിൻ്റെ പ്രോസസ്സ് കുറച്ചുകൂടെ ഡിലേഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ കാറ്റഗറി സാറ്റിസ്ഫൈ ചെയ്യുന്ന ചില ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളും നമ്മൾ പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് ഈസ് അലൗഡ് ബൈ ലോ. ഓക്കെ, നമ്മുടെ ആ ചാനൽ ആക്ച്വലി ഡെഫായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? നോർമൽ ആയിട്ടുള്ള ആൾക്കാരുടെ പോലെ തന്നെയാണോ? ഡെഫായ ആൾക്കാർക്ക് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഇതില്ല. ഈ വേറെ മെൻ്റൽ ഡിസബിലിറ്റി ഒന്നും ഇല്ല. ഒരു ഫ്രൂട്ട്ഫുൾ ലൈഫ് ജീവിക്കുന്ന ഒരാളാണ്. സ്വന്തം കാര്യങ്ങൾ, മരുന്നുകളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും അത് കറക്റ്റായിട്ട് കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. വേറെ ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് മെൻ്റൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കാട്രിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ സീഷേഴ്സ്, സ്വന്തം കാര്യം നോക്കാൻ പറ്റാത്ത ആൾക്കാർ, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് നമ്മൾ പറയും, അങ്ങനത്തെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് പ്രൊമോട്ട് ചെയ്യാറില്ല. എന്നാൽ അവർക്ക് സൂട്ടബിൾ കേസ് ആണെങ്കിൽ നമുക്കത് പ്രൊസീഡ് ചെയ്യാനും സാധിക്കും. തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് നോ അല്ല. ഡോണേഴ്സിൻ്റെ കാര്യത്തിലും എഗെയിൻ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇങ്ങനത്തെ വൈകല്യങ്ങളുള്ള ആൾക്കാർക്ക് അവരെ ഡോണേഴ്സായിട്ട് കാൻഡിഡേറ്റായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അവർക്ക് അവരുടെ സ്വന്തം ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇതിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിയിട്ടാണ് അവർ ഇതിലോട്ട് നീങ്ങുന്നത് നമുക്ക് ഉറപ്പ് വരുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് പ്രൊസീഡ് ചെയ്യാം. അതിൽ പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കിഡ്നി ഡിസീസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കിഡ്നി ഡിസീസസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഡയബറ്റിക്സ് ആണ് കൂടി വരുന്നത്. ഡയബറ്റീസിൻ്റെ നമ്പേഴ്സ് കൂടി വരുമ്പോൾ ഡയബറ്റിക് പേഷ്യൻസിൽ അവർക്ക് റെക്കറൻറ്റ് ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗറിൻ്റെ അളവ് കുറയുക നമ്മൾ ഇടയ്ക്കിടെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ ഡോക്ടറെ കാണണം, ഒരു ക്രിയാറ്റിനിൻ ടെസ്റ്റ് ചെയ്യണം. രണ്ടാമത് ഡയബറ്റിക്സിൽ കണ്ടുവരുന്നത് മൂത്രത്തിൽ അമിതമായി പത പോകുന്നത്. അത് ഡയബറ്റിക്സിലും ആകാം,
അതർ കിഡ്നി ഡിസീസസിലും ആകാം. അപ്പോൾ മൂത്രത്തിൽ അമിതമായി പത പോകുന്നത് കിഡ്നി രോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അങ്ങനെ കാണുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ ഒന്ന് കാണണം. പിന്നെ ബ്ലഡ് പ്രഷർ, നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമലിനെക്കാട്ടിലും കൂടുതലായിട്ട് കണ്ടുവരുന്നു 35 വയസ്സിന് താഴോട്ടുള്ളവർക്ക് നമ്മൾ ഹൈ ബ്ലഡ് പ്രഷർ കാണുവാണെങ്കിൽ അവിടെയും നമ്മൾ കിഡ്നി രോഗം ഉണ്ടോ എന്നുള്ളത് സംശയിക്കണം. പിന്നെ കൈകാലിൽ കണ്ടുവരുന്ന നീര്, അമിതമായി ഉള്ള മസിൽ ക്രാംസ്, മസിൽ സ്കോച്ചിപ്പെടുത്തും. രാത്രി പലതവണ രാത്രിയൊക്കെ കിടക്കുമ്പോൾ ആൾക്കാർക്ക് മസിൽ ക്രാംസ് ഉണ്ടാകാറുണ്ട്. അത് കിഡ്നി ഡിസീസ് അതിൽ ഒരു കാരണമാകാം. പിന്നെ നൈറ്റ് ടൈമിലുള്ള മൂത്രശങ്ക, നൈറ്റ് ടൈമിലും അമിതമായ 2-3 തവണ എഴുന്നേറ്റ് പോയി മൂത്രം ഒഴിക്കുക, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളവരിലും നമ്മൾ കിഡ്നി ഡിസീസിന്റെ ആദ്യ ലക്ഷണങ്ങളായിട്ട് കരുതാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് ഇന്നത്തെ കാലത്ത് നല്ലതാണ്. ഓക്കെ. ഈ ക്രിയാറ്റിൻ ലെവൽ കൂടാനുള്ള ഒരു സാഹചര്യം എന്താണ്? അത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണോ? നമുക്കറിയാം 2 കിഡ്നീസ് ഉണ്ട്. നമുക്ക് ഈ 2 കിഡ്നീസും വളരെയേറെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന 2 ഓർഗൻസ് ആണ്. അപ്പോൾ ഈ 2 കിഡ്നിയും ഒരു 40% ഈ ഡാമേജ് ആയി കഴിയുമ്പോഴാണ് നമ്മുടെ ക്രിയാറ്റിൻ കൂടാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ പലപ്പോഴും ആൾക്കാർ ഇത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞിട്ട് കിഡ്നി രോഗം കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ച് ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ കിഡ്നി രോഗങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പം ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ കിഡ്നിയുടെ ഒരു റിസർവ് കപ്പാസിറ്റിയും കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം അത് പല കാരണങ്ങളുണ്ട്. ചില കാരണങ്ങൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയും. അവിടെ നമ്മുടെ കിഡ്നിക്ക് താൽക്കാലികമായിട്ട് ഒരു ക്ഷീണം സംഭവിക്കുകയാണ്. അപ്പോൾ അത് ചിലപ്പം എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ട് മെഡിസിൻസ് കൊണ്ടാകാം. മെഡിസിൻസ് എന്ന് വെച്ചാൽ വേദന സംഹാരികൾ, അങ്ങനത്തെ പുറമേ നിന്നുള്ള ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാരണമാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മൂത്ര തടസ്സം കാരണമാകാം പ്രായം ചെന്നവരിൽ. അങ്ങനത്തെ എന്തെങ്കിലും കാരണമാണെങ്കിൽ ആ ഒരു കാരണം നമ്മൾ മാറ്റുവാണെങ്കിൽ ഈ ക്രിയാറ്റിൻ നോർമൽ ആകേണ്ടതാണ്. അപ്പോൾ അത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, അത് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ്. വേറൊരു ഗ്രൂപ്പാണ് ക്രോണിക് കിഡ്നി ഡിസീസ്. ക്രോണിക് കിഡ്നി ഡിസീസ് സ്ഥായിയായിട്ടുള്ള കിഡ്നി ട്രബിൾ. അങ്ങനെയുള്ളവരിൽ ഈ ക്രിയാറ്റിൻ പെർമനൻ്റ്ലി ഹൈ ആയിട്ട് നിൽക്കും. അവർക്ക് വിളർച്ച കാണും, രക്തക്കുറവ് നന്നായിട്ട് കാണും. ആൻഡ് ഇങ്ങനത്തെ പേഷ്യൻസിന് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ ഡയാലിസിസും അഡ്വൈസ് ചെയ്യാറുണ്ട്. ഓക്കെ. നമുക്ക് ഈ കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ അത് റിവേഴ്സിബിൾ ആണോ, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ പേടിക്കേണ്ട ഒരു സാഹചര്യം? നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു ഡിസീസ് ആണെങ്കിലും നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കറക്റ്റ് ഡയഗ്നോസിസ് ആണ്. അപ്പം ഡിസീസ് ക്രിയാറ്റിനിൻ രോഗം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് മാത്രമാണ്. അപ്പോൾ അതിനുള്ള കാരണം, തക്കതായ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചികിത്സിച്ചാൽ ഈ ഡിസീസസ് റിവേഴ്സിബിൾ ആണ്. പലപ്പോഴും ചില കാരണങ്ങളില്ലാതെ ജനറ്റിക് കാരണങ്ങളുമുണ്ട്, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, നമ്മുടെ ശരീരം നമ്മളോട് തന്നെ പ്രതികരിക്കുന്ന ചില രോഗങ്ങൾ, ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ വർഷങ്ങളോളം വെച്ച് അങ്ങനെ കിഡ്നിക്ക് ഡാമേജ് വന്നിട്ടുള്ള രോഗങ്ങൾ. സോ ഈ കാര്യങ്ങൾ പേഷ്യൻ്റ് കുറച്ചുകൂടി അഡ്വാൻസ് സ്റ്റേജ്, നേരത്തെ പറഞ്ഞ പോലെ ക്രിയാറ്റിൻ ഒരു 6-7 മുകളിലോട്ടൊക്കെ പോയി കഴിയുമ്പോഴാണ് നമുക്ക് ഡയാലിസിസ് വേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മരണം വരെയും കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ആണോ, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? അതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഉണ്ട്. അതിനൊന്ന് ആൻസർ ചെയ്യാമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ സ്ഥായിയായിട്ടുള്ള കിഡ്നി ട്രബിൾ ആണെങ്കിൽ പിന്നെ നമുക്ക് കിഡ്നി റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ കിഡ്നി റീപ്ലേസ്മെന്റ് തെറാപ്പിയിൽ ഡയാലിസിസ് ഉണ്ട്, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഉണ്ട്, രണ്ടും അതിൽ പെടും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് കിഡ്നി ഡയാലിസിസ് ഒരു ബ്രിഡ്ജാണ്, അല്ലെങ്കിൽ ഒരു പാലം പോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റിലോട്ട്. അപ്പം ഡയാലിസിസിൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ കാർഡിയോവാസ്കുലർ റിസ്ക് വളരെയേറെയാണ്. ഹാർട്ട് അറ്റാക്സ്, സ്ട്രോക്ക്, ഇതൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. സഡൻ ഹാർട്ടിലെ ബീറ്റിങ്ങിലെ വ്യതിയാനങ്ങൾ വരാനും സഡൻ ഡെത്ത്, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരാനും ചാൻസ് കൂടുതലാണ്. സോ ഡയാലിസിസ് ഒരു ലോങ് ടേം സൊല്യൂഷനായിട്ട് മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ കരുതാറില്ല. അത് കിഡ്നി ട്രാൻസ്പ്ലാന്റിലേക്ക് ഉള്ള ഒരു ടൈം കവർ ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മൾ കരുതുന്നത്. പ്രത്യേകിച്ച് ഇത് കുട്ടികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളിൽ 8-10 വയസ്സുള്ള പിള്ളേർക്ക് പോലും കിഡ്നി ഫെയിലിയർ വരും, അപ്പോൾ ഡയാലിസിസ് വേണ്ടി വരും.
ആ ഒരു സ്റ്റേജിൽ അവരുടെ ലൈഫിൽ ഗ്രോത്ത് പീരീഡാണ്. അവരുടെ വെയ്റ്റ്, ഹൈറ്റ്, അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ്, പിന്നെ ഹോർമോണൽ ഗ്രോത്ത്, ഇതിനെല്ലാം അത്യാവശ്യമായിട്ടുള്ള ഫേസാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഡയാലിസിസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പേഷ്യൻസിന് ഈ ഗ്രോത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് കുട്ടികളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദാറ്റ് ഡയാലിസിസിൻ്റെ പീരീഡ് നമ്മൾ ഏറ്റവും കുറച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു ട്രാൻസ്പ്ലാന്റിലോട്ട് നീങ്ങുക എന്നുള്ളത്. ഓക്കെ സർ, ഈ നെഫ്രോട്ടിക് സിൻഡ്രോം കുട്ടികളിൽ കണ്ടുവരുന്നുണ്ടല്ലോ. അപ്പം ആക്ച്വലി എന്താണ് ഈ നെഫ്രോട്ടിക് സിൻഡ്രോം? അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? നമുക്ക് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അതിന് ചെയ്യാൻ പറ്റും? നെഫ്രോട്ടിക് സിൻഡ്രോം ശരീരത്തിൽ മെയിൻലി കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു കിഡ്നിയിലെ ഒരു പ്രശ്നമാണ്. നമുക്കറിയാം, കിഡ്നിയുടെ അകത്ത് ഒരു അരിപ്പയുണ്ട്. ആ അരിപ്പയിൽ കുറച്ചൊരു ഡാമേജ് വരുമ്പോഴാണ് ഈ മൂത്രത്തിൽ ഇറങ്ങിപ്പോകാൻ പാടില്ലാത്ത ചില പ്രോട്ടീൻസ്, നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ചില പ്രോട്ടീൻസ് മൂത്രത്തിലൂടെ ഇറങ്ങിപ്പോവുകയും അത് അമ്മമാർ പതയായിട്ട് കാണുകയും അത് ഉടനെ ഡോക്ടർമാരെ അറിയിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവർ കൊച്ചിൻ്റെ മുഖത്ത് നീര്, കണ്ണിൻ്റെ ചുറ്റും നീര് കാണാറുണ്ട്, കൈകാലുകളിൽ നീര് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് ഒരു അലർജി ടൈപ്പ് ഓഫ് കിഡ്നി ഡിസീസാണ്, അലർജി ടൈപ്പ് ഓഫ് കിഡ്നി പ്രോബ്ലമാണ്. പലപ്പോഴും ഇത് ക്രോണിക് കിഡ്നി ഡിസീസിലോട്ട് പോകാറില്ല. ഓൾമോസ്റ്റ് 95% സ്റ്റീറോയിഡ് മരുന്ന് വെച്ച് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് ക്രോണിക് ഡിസീസിലോട്ട് പോകാനുള്ള ചാൻസസ് 5% താഴോട്ടാണ്. എന്നാൽ ചില നെഫ്രോട്ടിക് സിൻഡ്രോംസ് ഉണ്ട്, അത് ഒരു 15 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്നത്. ആ ഒരു ഏജിൽ നെഫ്രോട്ടിക് സിൻഡ്രോം വരുവാണെങ്കിൽ നമ്മളത് അലർജിയായിട്ട് കരുതാറില്ല. ആ ഒരു സ്റ്റേജിൽ നമ്മളത് കിഡ്നി ബയോപ്സി ചെയ്ത് നോക്കി അത് എന്ത് കാരണം കൊണ്ടാണ് വന്നതെന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ മുന്നോട്ടുള്ള ചികിത്സ. ആൽക്കഹോൾസ്, സ്മോക്കിംഗ്, പിന്നെ അമിതമായ മരുന്നിൻ്റെ ഉപയോഗം, ഇതെല്ലാം നമ്മുടെ കിഡ്നിയെ ഏത് തരത്തിലൊക്കെ ഡാമേജ് ഉണ്ടാക്കുന്നു എന്ന് പറയാം? ആൽക്കഹോളിസം നമ്മുടെ ശരീരത്തിലും മാത്രമല്ല, സോഷ്യൽ ഈവിലാണ്. നമ്മളത് പൂർണ്ണമായിട്ടും നിർത്തേണ്ട ഒരു കാര്യമാണ്. ആൽക്കഹോൾ കണ്ടന്റിൽ കിഡ്നി റിലേറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ മെയിനായിട്ട് അതിൻ്റെ ഈ ഫ്രൂട്ട് എക്സ്ട്രാക്ട്സിൽ നിന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്തെല്ലാം യൂറിക് ആസിഡിൻ്റെ അളവ് വളരെയേറെ ഉണ്ട്. അപ്പോൾ ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിന് ഒരു മാലിന്യം ആയിട്ട് കരുതപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അത് കിഡ്നിയിൽ പ്രോബ്ലം ഉള്ളവർക്കും കിഡ്നി പ്രോബ്ലം ഇല്ലാത്തവർക്കും യൂറിക് ആസിഡ് കൂടാനും അത് കാരണമുള്ള പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. സ്മോക്കിങ്ങിൻ്റെ അകത്ത് മെയിനായിട്ട് നിക്കോട്ടീനാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് മെയിൻലി ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ കൂടാനുള്ള ചാൻസസ് വളരെയേറെയാണ്. അപ്പം അങ്ങനെ ബ്ലഡ് പ്രഷർ കൂടി കിഡ്നിക്ക് ട്രബിൾ വരാനുള്ള ചാൻസസ് കൂടുതൽ. നേരത്തെ പറഞ്ഞ ജങ്ക് ഫുഡ്സിൻ്റെ അകത്തെല്ലാം ഈ യൂറിക് ആസിഡിൻ്റെ അളവും അതേസമയം വേണ്ടാത്ത നമുക്ക് ആവശ്യമില്ലാത്ത ചില ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇന്ന് ഈ ചില എക്സോട്ടിക് ജ്യൂസസ്, അതിൻ്റെ അകത്ത് ഓക്സലേറ്റ് കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കിഡ്നി ട്രബിൾ വരുത്താറുണ്ട്. ചില ഇലിമ്പിപ്പുലി അങ്ങനത്തെ ചില ഐറ്റംസ് കൂടുതലായിട്ട് ചിലർ അച്ചാറൊക്കെ ആക്കി വളരെയേറെ കഴിക്കാറുണ്ട്. അപ്പോൾ അത് കാരണവും കിഡ്നി രോഗങ്ങൾ, ഓക്സലേറ്റ് നെഫ്രോപ്പത്തി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചില വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. നമ്മൾ ഡയറ്റ് എപ്പോഴും ഒരു മിനിമൽ, ജസ്റ്റ് കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒന്നും എക്സസ് എടുക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. തീർച്ചയായിട്ടും ഈ ഇന്നത്തെ ഈ എക്സോട്ടിക് ഫ്രൂട്ട്സ്, ഈ വേറെ നാട്ടുകളിൽ നിന്നുള്ള ഫ്രൂട്ട്സ് നമ്മൾ പ്രത്യേകിച്ച് ജ്യൂസ് ആക്കാതിരിക്കുക. ജ്യൂസ് ആകുമ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ വളരെയേറെ കൂടിയിട്ട് കിഡ്നിക്ക് ഒക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ യൂറിൻ്റെ അകത്ത് കല്ലുകൾ ഉണ്ടാകാനും യൂറിൻ്റെ അകത്ത് രക്തത്തിൻ്റെ അംശം കാണാനും ഒക്കെ ചാൻസ് ഉണ്ട്. സോ ക്രിയാറ്റിൻ കൂടാറുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് ജങ്ക് ഫുഡ്സിൽ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായി മറുപടി പറഞ്ഞ ഡോക്ടർ റെമി ജോർജിനോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ.